പലപ്പോഴും നിരാശ തോന്നിയിട്ടില്ലേ? ഈ നിരാശയിൽ തന്നെ ജീവിക്കുന്നവരുമുണ്ട്. എന്താണ് ഇതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത്? ആദ്യം നമ്മൾ എന്തുകൊണ്ടാണ് നിരാശ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തണം. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഇമോഷൻ്റെ കാരണം. അപ്പോൾ നമ്മളെ ചിന്തകൾ പരമാവധി ഈ നിരാശയുടേതാകാതിരിക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നെഗറ്റീവായ കാര്യങ്ങളിൽ തന്നെ ചിന്തകൾ ഇങ്ങനെ മുഴുകുന്ന സമയത്താണ് നിരാശയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമുക്ക് ലഭിക്കാത്തത്, നമുക്ക് നഷ്ടപ്പെട്ടത്, അങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിരാശയിൽ തന്നെയായി നമ്മുടെ ഒരു ഇമോഷൻ നിൽക്കും. നെഗറ്റീവായി ഉള്ള നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറേ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. എല്ലാവർക്കും ഉള്ളതുപോലെ നമുക്കുണ്ടാവും. അതിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോയതുണ്ടാവും. നമ്മൾ ആഗ്രഹിച്ചൊരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാത്തതിൻ്റെ വിഷമം ഉണ്ടാവും. അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ അതിൽ മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, അത് മാത്രം ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്നാൽ നമുക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് സന്തോഷിക്കാൻ വക തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കണം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതം മറ്റു പലരുടെയും സ്വപ്നമാണ്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാക്കാണിത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതം മറ്റു പലരുടെയും സ്വപ്നമാണ്. നമ്മുടെ അത്ര ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ അത്ര സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ പോലെ സന്തോഷിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ ഈ ലോകത്തുണ്ട്. നമ്മുടെ പോലെയുള്ള കുടുംബം, നമ്മെ പോലെയുള്ള സമൂഹം, നമ്മെ പോലെയുള്ള ജീവിതം ജീവിക്കാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരുപാട് പേർ ഈ ലോകത്ത് ഉണ്ട് എന്നതാണ് വാസ്തവം. അവരെക്കുറിച്ച് ചിന്തിക്കണം. ആരോഗ്യമില്ലാത്തവർ, നമ്മെ അത്ര സമ്പത്തില്ലാത്തവർ, നമ്മുടെ അത്ര സന്തോഷമില്ലാത്തവർ, അങ്ങനെ നമ്മുടെ അത്ര അവസരങ്ങളില്ലാതെ പോയവർ ഒക്കെ ഈ ലോകത്തുണ്ട്. പ്രവാചകരോട് ഒരു വർത്തമാനമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ താഴെക്കിടയിലുള്ളവരിലേക്ക് നോക്കണം എന്ന്. അപ്പോഴാണ് സമാധാനം കിട്ടുക. നമുക്ക് ലഭിക്കാത്തതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ അത് നിരാശയിലാകപ്പെട്ട ഒരു ജീവിതമായി മാറും. ആദ്യം ഇനിയുള്ള മുന്നോട്ട് പോക്കിന്, ഇനിയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന്, ഇനിയുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നിർബന്ധമായും നിലവിലുള്ള മാനസികാവസ്ഥ റെഡിയാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിന് നിലവിലെ നമ്മുടെ സന്തോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം. നമുക്കുള്ള സന്തോഷങ്ങൾ, നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ, നമ്മുടെ നല്ല ആരോഗ്യം, നമുക്ക് ഇപ്പോഴുള്ള ജോലി, ഇപ്പോഴുള്ള സമ്പത്ത്, ഇപ്പോഴുള്ള കുടുംബം, ഇപ്പോഴുള്ള കൂട്ടുകാർ, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. നിരാശക്ക് കാരണമാകുന്ന ചിന്തകൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ അതൊരു ശീലമായി മാറ്റിയവർക്ക് സ്വാഭാവികമായും ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് മുക്തി നേടുക എന്നത് പ്രയാസമായിരിക്കും. അപ്പോൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, ഈ മനസ്സിനെ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക്, നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന് പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് മനസ്സിനെ പറഞ്ഞ് പരിശീലിപ്പിച്ചു കൊടുക്കണം. നമ്മൾ നല്ല ആരോഗ്യത്തിന് വേണ്ടി എക്സസൈസ് ചെയ്യുന്ന പോലെ നല്ല മനസ്സിന് വേണ്ടിയും എക്സസൈസ് ചെയ്യണം. എല്ലാ ദിവസവും ഒരു സമയം തിരഞ്ഞെടുത്തിട്ട് ഒഴിഞ്ഞിരുന്ന്, മാറിയിരുന്ന് ഈ നെഗറ്റീവ് ചിന്തകളെ ഒക്കെ മറന്ന് പോസിറ്റീവായ ചിന്തകൾ മാത്രം ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഒരു സമയം ജീവിതത്തിലുണ്ടാകണം. എല്ലാ ദിവസവും ജീവിതത്തിലുണ്ടാകണം. അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള സന്തോഷങ്ങളെക്കുറിച്ച് ആലോചിക്കണം. നമ്മുടെ കുടുംബം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, നമ്മുടെ മറ്റു നമുക്ക് ജീവിതത്തിൽ ലഭ്യമായിട്ടുള്ള, ഇന്നേ വരെയുള്ള ഈ ആയുസ് കാലത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തണം, പോസിറ്റീവായി ചിന്തിക്കണം. ഇങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുന്ന ആ ഒരു ലെവലിലേക്ക് മൈൻഡ് എത്തിയാൽ മാത്രമാണ് ഇനിയുള്ള നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നല്ലത് ആഗ്രഹിക്കുക, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കാൻ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ നല്ല മനസ്സ്, പോസിറ്റീവായ മൈൻഡ് ആവശ്യമായി വരും. അത് നിലനിർത്താൻ ശ്രമിക്കുക. എല്ലാ ദിവസവും നന്മകളെ, ഓരോ ദിവസവും നമുക്ക് കിട്ടിയ സന്തോഷങ്ങളെ നമ്മളൊന്ന് എണ്ണി നോക്കിയാൽ അത് തന്നെ ധാരാളം ഉണ്ടാവും. ഓരോ ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമുക്ക് നമ്മോട് പെരുമാറിയ ആളുകളുടെ നല്ല വർത്തമാനങ്ങൾ, നമുക്ക് ജീവിതത്തിൽ ആ ഒരു ദിവസം ഉണ്ടായിട്ടുള്ള നല്ല നേട്ടങ്ങൾ, അങ്ങനെ ചെറുതും വലുതുമായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പോസിറ്റീവ് ഒന്നും കാണൂല. നെഗറ്റീവായി ആരെങ്കിലും ഒരാൾ നമ്മോട് എന്തെങ്കിലും നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്. ഒരുപാട് പേർ നമ്മോട് സന്തോഷിച്ച് വർത്തമാനം പറഞ്ഞത്, സ്നേഹത്തോടെ പെരുമാറിയത്, ഇതൊന്നും പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കാറില്ല. ഇതിനെ തങ്ങി നിർത്തിപ്പിക്കണം. നമ്മൾ അതിനെ മനസ്സിനെ പാകപ്പെടുത്തണം. എല്ലാ ദിവസവും ഈ നല്ല ഓർമ്മകളെ ഒരിക്കൽ നമ്മൾ മനസ്സിൻ്റെ ഉപബോധ മനസ്സിലേക്ക് കയറ്റിവിടണം. ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എണീറ്റ ഉടനെയൊക്കെ നമുക്ക് ഇതൊരു ശീലമാക്കി മാറ്റിയാൽ നമ്മുടെ ഈ മനസ്സിനെ നിരാശയിൽ നിന്ന് ആശയിലേക്ക് കൊണ്ടുവരാൻ, പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരാൻ, സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ആ തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രമാണ് ഇനിയുള്ള മുന്നോട്ട് പോക്ക് സാധ്യമാവുകയുള്ളൂ. പ്രതീക്ഷകൾ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ഇനിയുള്ള ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ സാധിക്കും എന്ന
ഒരു പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിരാശയുടെ മനസ്സിൽ നിന്ന് ആശയുടെ മനസ്സിലേക്ക്, സന്തോഷത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്.